നമസ്കാരം. 2025 സെപ്റ്റംബർ മാസത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ആദ്യമായി ഉയർന്നു വരുന്നത്. അതിനുശേഷം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്വമേധയാ കേസെടുക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കോടതി തന്നെ രൂപീകരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ പ്രവർത്തിക്കാനുള്ള ഉദ്യോഗസ്ഥരെയും അതിൻ്റെ തലവനെയും ഹൈക്കോടതി തന്നെ തീരുമാനിക്കുന്നു. ഒരുപാട് പേർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കള്ളന്മാർ, നീചന്മാർ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രതീക്ഷിച്ചു. കാരണം സാധാരണ കോടതികൾ സർക്കാരിനോട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ കോടതി തന്നെ രൂപീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോടതിയോടൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുറേ പേരെ അറസ്റ്റ് ചെയ്തു. ചിലരെ കോടതി വടിയെടുത്തതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാനേ തയ്യാറായിട്ടില്ല ഇതുവരെ SIT. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നത് സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ടാണ്. കോൺഗ്രസ് ഇത്രയും മൃഗീയമായ ഭൂരിപക്ഷം നേടിയത് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല, മറിച്ച് പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണെന്നുള്ള കാര്യം ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴിത് പറയാൻ കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തുടങ്ങിയിട്ട്, അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആകാൻ പോകുന്നു. 10 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 10 മാസങ്ങൾ കഴിഞ്ഞപ്പോഴും ഇതുവരെ ഈ കേസിന് ഒരു അറുതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രതി ചേർക്കപ്പെട്ടവരിൽ കുറേ പേർ റിമാൻഡിൽ കഴിഞ്ഞു. 90 ദിവസം കഴിഞ്ഞപ്പോൾ SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് ജാമ്യം നേടി അവരൊക്കെ പുറത്തിറങ്ങി. ഇവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനെ കുറിച്ച് നമുക്ക് പരാമർശിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ VD സതീശൻ ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. ഒരു കോൺഗ്രസ്സുകാരനും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ് നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. വിദേശത്തുള്ള ഒരു വ്യവസായി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം മൊഴിയായി SITക്ക് മുന്നിൽ കൊടുത്തു. അതിനുശേഷമാണ് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നതും അതിനുശേഷമാണ്, രമേശ് ചെന്നിത്തല ഈ മൊഴി കൊടുത്തതിനു ശേഷം. പക്ഷേ ഇന്ന് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തല പോലും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അന്വേഷണം തുടങ്ങി 1 വർഷമാകാൻ പോകുമ്പോഴും ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതി അതിനാവശ്യപ്പെടുന്നുമില്ല. ഓരോ തവണയും ഇത്തരത്തിൽ SITക്ക് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 9 തവണയാണ് ഹൈക്കോടതി സമയം നീട്ടിക്കൊടുത്തത്. ആദ്യത്തെ തവണ 1.5 മാസം, പിന്നീട് അങ്ങനെ ഓരോ തവണയായി 9 മാസങ്ങൾ SITക്ക് അന്വേഷണത്തിനായി സമയം നീട്ടിക്കൊടുത്തു. ഇപ്പോൾ PS പ്രശാന്തിനെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ ചേർക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ദിവസങ്ങൾ ഇത്രയായി. ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് SIT. പുതിയ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമോ എന്നുള്ള കാര്യത്തിൽ പോലും ഇതുവരെ തീരുമാനം SIT എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ദേവസ്വം മന്ത്രിയായ K മുരളീധരൻ പോലും കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, കോടതി ആവശ്യപ്പെടുന്നില്ല, SIT റിപ്പോർട്ട് കൊടുക്കുന്നില്ല, കുറ്റപത്രം സമർപ്പിക്കുന്നില്ല, പിന്നെ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് അദ്ദേഹവും കൈമലർത്തിയിരിക്കുകയാണ്. അതായത് ഈ വിശ്വാസികളെ കബളിപ്പിച്ചിരിക്കുകയാണ് ഇവരെല്ലാവരും ചേർന്ന്. കോടതിയും പറഞ്ഞ രാഷ്ട്രീയക്കാർ, ഇടത് വലത് രാഷ്ട്രീയക്കാരും BJPക്കാർ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ചേർന്ന് കബളിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, BJPയുടെ യാതൊരുവിധ പ്രതിഷേധങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. 1-2 പ്രതിഷേധങ്ങൾ നടത്തി. അതിനപ്പുറം മറ്റൊരു കാര്യക്ഷമമായ ഒരു പ്രതിഷേധവും BJPയുടെ ഭാഗത്തു നിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ യുവതീ പ്രവേശന സമയത്തോ അന്ന് എത്ര മാത്രമാണ് BJP പ്രതിഷേധിച്ചത്, എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടാക്കി, എത്ര പേർക്കെതിരെ കേസെടുക്കേണ്ടി വന്നു. പക്ഷേ ആ ഒരു ആർജവവും ഊർജവും ഒന്നും ഇപ്പോൾ BJP കാണിക്കാത്തത് സംശയാസ്പദമാണ്. എന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ മെയ് 1-ാം തീയതി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ, അദ്ദേഹം മുഖ്യമന്ത്രി അല്ലായിരുന്നു, മെയ് 4-ന് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് UDF വിജയം ഉറപ്പിച്ചത്. ഈ മെയ് 1-ാം തീയതി VD സതീശൻ കൊച്ചിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് ഒരു ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു. അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് റെജികുമാർ എന്ന് പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ച ഒരാളായിരുന്നു. അന്ന് മാധ്യമങ്ങളൊക്കെ ബിഗ് TV-യാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ മറ്റു മാധ്യമങ്ങളൊന്നും ഇത് വലിയ ചർച്ചയായി ഏറ്റെടുത്തിട്ടില്ല. അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരവസ്ഥയിലായി. എന്തിനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് SIT ചോദ്യം ചെയ്ത് വിട്ടയച്ച, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്ത് വിട്ടയാളോടൊപ്പം മംഗളൂരുവിലേക്ക് പോയത്, അതും ചാർട്ടേഡ് വിമാനത്തിൽ പോയത്? ഈ ചോദ്യങ്ങളൊന്നും ഇപ്പോഴും ആവർത്തിക്കാൻ അല്ലെങ്കിൽ ആവർത്തിച്ച് ചോദിക്കാൻ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് ധൈര്യമില്ല. അവരാരും അതിന് തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിയാകട്ടെ ഇതൊന്നും അറിഞ്ഞ മട്ടുമില്ല എന്നുള്ളതാണ്. ഇത് സംശയാസ്പദം തന്നെയാണ്. കാരണം ഈ ഒരു സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ ഈ ചെയ്യുന്നത് ഈ ഭക്തജനങ്ങളെ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ജനതയെ മുഴുവൻ കബളിപ്പിക്കുന്ന ഒന്നാണ്.
ഇപ്പോൾ CPM-കാരെ കുറിച്ച് നമുക്കറിയാം വൃത്തികെട്ടവന്മാരൊക്കെയാണ്. പക്ഷേ അവർ നല്ലവരല്ലാത്തത് കൊണ്ടാണല്ലോ അവരെ മാറ്റി കോൺഗ്രസിനെ അധികാരത്തിൽ ജനങ്ങൾ എത്തിച്ചത്. അപ്പോൾ ഈ കാണിക്കുന്നത് ശരിയാണോ? ഈ PS പ്രശാന്തിനെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആഴ്ചകൾ എത്ര കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോഴും SIT അതേക്കുറിച്ച് മിണ്ടുന്നില്ല, സർക്കാർ അതേക്കുറിച്ച് ചോദിക്കുന്നില്ല. ഏകദേശം കഴിഞ്ഞ 2025 നവംബർ മാസത്തിൽ തന്നെ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഇടക്കാല റിപ്പോർട്ടിൽ PS പ്രശാന്തിൻ്റെ പങ്കിനെക്കുറിച്ച് വളരെ രൂക്ഷമായി 2.5 പേജിലോളം ഒരു പരാമർശിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് കണ്ടവരൊക്കെ വിചാരിക്കും നാളെ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷേ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നതോ ചെയ്യാത്തതോ അല്ല പ്രശ്നം. കാരണം പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. മറ്റുള്ള പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്തു. അവരെ മനഃപൂർവ്വം എന്ന് തന്നെ പറയണം, ബോധപൂർവം കുറ്റപത്രം നൽകാതെ 90 ദിവസത്തിന് ശേഷം അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള ഒരു വഴി ഒരുക്കി കൊടുത്തു SIT. അതുപോലും PS പ്രശാന്തിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ സംശയമുണ്ടാക്കുന്നത്. കാരണം PS പ്രശാന്ത് മുൻ കോൺഗ്രസ്സുകാരനായിരുന്നു. PS പ്രശാന്ത് ഇപ്പോഴും CPM-ലേക്ക് പോയതിനു ശേഷവും പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ചെയ്യുന്നത്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിസ്സംഗത പാലിക്കുന്നത്, അല്ലെങ്കിൽ ആ വാർത്ത എല്ലാവരും മറന്നു വയ്ക്കോട്ടെ എന്ന് കരുതി അതേക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് UDF-ന് ഒട്ടും ഭൂഷണമല്ല. മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ദേവസ്വം മന്ത്രി K മുരളീധരനും അടക്കമുള്ളവർ ഇതിന് മറുപടി പറയണം. ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളെ വഴിയിൽ പിടിച്ചു നിർത്തി ചോദിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. 2029 ഇലക്ഷൻ വരും. അപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. കാരണം 2026 ജൂലൈ അവസാനിക്കാൻ പോകുന്നു. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ 2 വർഷങ്ങൾ കടന്നു പോകും. അടുത്ത ഇലക്ഷൻ വരും. ഇത് തന്നെയാണ് പിണറായി വിജയനും പറ്റിയത് എന്ന് നിങ്ങൾ ഓർക്കണം. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്നത് ഏതൊരു വിശ്വാസിയുടെയും, ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കൊക്കെ ഒരു ആരാധനാ കേന്ദ്രമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ ഉള്ളിൽ ആ ഒരു വികാരമുണ്ട്. അതാണ് യുവതി പ്രവേശന സമയത്തും സംഭവിച്ചത്. യുവതികളെ തലയിൽ മുണ്ടിട്ട് വെളുപ്പാങ്കാലത്ത് സന്നിധാനത്ത് കയറ്റിയതിൻ്റെ ഫലമാണ് പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും UDF കൊണ്ടുപോയത്. അത് LDF-നുള്ള ഒരു തിരിച്ചടിയായിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. അത് ഇനിയെങ്കിലും UDF-കാർ മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ ഇതിനൊരു നടപടി എടുത്തേ മതിയാകൂ. ഇല്ലെങ്കിൽ ജനങ്ങൾ ഇതെല്ലാം മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അടുത്ത തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അക്കാര്യം ഓർത്താൽ നിങ്ങൾക്ക് തന്നെ നല്ലത്.